നമസ്കാരം. സിസ്റ്റർ അന്ന് ആ പേപ്പറിൽ എഴുതിയാണ് സിസ്റ്റർ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അയച്ച അപേക്ഷയിൽ അങ്ങനെയല്ലേ എഴുതിയത് അല്ലേ? അത് തന്നെയാണ്. ഇദ്ദേഹമാണ് ടീച്ചറുടെ പേര് രമണി. അപ്പൊ ഈ മാഡം എനിക്ക് അയച്ചപ്പോ ആ അപേക്ഷയിൽ പ്രാവശ്യം വന്ന അപേക്ഷയിൽ എഴുതിയതാണ്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് അച്ഛനും അമ്മ ഇവിടെയുള്ള അമ്മമാരെ അച്ഛന്മാരെ എല്ലാം ഒരു സ്വന്തമായൊരു വീടാക്കി അവരെ ആക്കിയിട്ട് എനിക്ക് പോകണം എന്നുള്ളതാണ്. നമുക്ക് നോക്കാം ദൈവം എങ്ങനെ പോകാനുള്ള വഴി. പോകാനുള്ള വഴി ഇപ്പൊ നോക്കണ്ട, അത് സമയമാകുമ്പോഴത്തേക്ക് അത് നോക്കിക്കോളൂ. ആരും വഴിയെന്ന് നോക്കണ്ട, അത് ദൈവം തീരുമാനിക്കും. എന്തായാലും കർമ്മം നമുക്ക് ചെയ്യാം. എന്തായാലും നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ വീഡിയോ വയ്ക്കുകയാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. അപ്പൊ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ള സമയമായി ആയില്ലേ? ആയി. നമുക്ക് സമയം എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അപ്പൊ ഞാൻ വന്ന കാര്യം ഞാൻ നേരെ എനിക്ക് പറയാം അല്ലേ, സമയങ്ങളുണ്ട്. അപ്പൊ ഞാൻ വന്നത് എല്ലാ വർഷങ്ങളിലും ലോകത്തിലെ മലയാളികളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്തിരിക്കുന്ന വലിയ മനസ്സുള്ള ഒരു മഹത് വ്യക്തിയുണ്ട്. ആ വ്യക്തിയാണ് ഡോക്ടർ യൂസഫ് അലി സാർ, പത്മശ്രീ ഡോക്ടർ എം എ യൂസഫ് അലി സാറ്. അദ്ദേഹം എല്ലാ വർഷങ്ങളിലും എനിക്ക് കുറച്ച് പൈസ തരാറുണ്ട്. കഴിഞ്ഞ അങ്ങേ വർഷം വരെ ഒരു 50,000 രൂപ വെച്ചാണ് ഒരു വർഷം എനിക്ക് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി തരുന്നത്. കഴിഞ്ഞ വർഷം തൊട്ട് 1,00,000 രൂപ വെച്ച് തരും. ഇപ്പൊ 10 വർഷമായി. അപ്പോൾ 6-7 ലക്ഷം രൂപ കഴിഞ്ഞു. ഈ വർഷവും റംസാൻ സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഒരുപാട് പേരെ സഹായിക്കും. കൂട്ടത്തിൽ എനിക്ക് 1,00,000 രൂപ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടത്തുന്നു. പക്ഷെ എല്ലാ വർഷങ്ങളിലും എനിക്ക് കിട്ടുന്നത് ഞാൻ എടുക്കാറില്ല. ഞാൻ പാവപ്പെട്ടവർക്ക് കൊണ്ട് കൊടുക്കും. ഈ വൃദ്ധസദനങ്ങളിലും മറ്റ് ക്യാൻസർ ആൻഡ് ഡയാലിസിസ് നടത്തുന്ന കുട്ടികൾ, അതുപോലെ അച്ഛനില്ലാതെ അമ്മയില്ലാതെ പഠിക്കാൻ മിടുക്കരായി വളരുന്ന കുട്ടികളുണ്ട്. അവർക്കുള്ള പഠനോപകരണങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കലാണ്. ഇപ്രാവശ്യം എനിക്ക് കിട്ടിയ എമൗണ്ട് കേരളത്തിലെ പല വൃദ്ധസദനങ്ങൾക്കും നേരത്തെ പറഞ്ഞ പോലെയുള്ള കുട്ടികൾക്കുമായിട്ട് വീതിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ലോകത്തോട് പറഞ്ഞാൽ മതി, നല്ല മനസ്സുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ആ മനസ്സുള്ള ആൾക്കാര് നിങ്ങളെ സഹായിക്കാൻ തയ്യാറുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവരോട് പറഞ്ഞാൽ മതി, ഇവരോടല്ല, ലോകത്തോട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം എന്താണെന്ന് ലോക മലയാളികളോട് പറയും. ലോകത്തോട് പറയാൻ യൂസഫ് അലി സാറിനോട് പറയാം. ഇതിലൂടെ കാര്യമേ ഉള്ളൂ. എന്റെ അച്ഛനമ്മമാർക്ക് എത്രയും വേഗം ഒരു കിടപ്പാടുണ്ടാകും. അതിന് വസ്തുണ്ട്, കുറച്ചേ ഉള്ളൂ, 10-20 സെന്റേ ഉള്ളൂ, എങ്കിലും വസ്തുണ്ട്. അതിനകത്ത് 2 ഷെഡെങ്കിലും കെട്ടാനുള്ള വഴി എത്രയും വേഗം എവിടുന്നെങ്കിലും ഒത്തു കിട്ടിയാൽ അത് സാധിച്ചു കൊടുക്കണം. ഒരു മനസ്സിലൊരു ഭയത്തോടാണ് ഞാൻ ജീവിക്കുന്നത്. കാരണം ഇപ്പൊ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയ ഇത് ഞാൻ പറയുന്ന സത്യസന്ധമായി പറയുള്ളതെന്നറിയാം. ഈ സിസ്റ്ററിനെ സംബന്ധിച്ച് ഈ സിസ്റ്റർ ഇപ്പൊ രോഗിയാണ്. എത്ര കാലം സിസ്റ്റർ ജീവിച്ചിരിക്കും എന്ന് സിസ്റ്ററിന് തന്നെ ഉറപ്പില്ല. പക്ഷെ ഈ ചാരിറ്റി എന്ന് പറയുന്നത് കുറെ പേർ ഹൃദയത്തിൽ നിന്ന് വരുന്ന ചാരിറ്റിയാണ്. ചില ചാരിറ്റികൾ ചില സ്ഥലത്ത് നമുക്കറിയാം, അവർ സുഖഭോഗമായി ജീവിക്കാൻ വേണ്ടിയുള്ള തട്ടിപ്പും അതിനകത്തൊക്കെ ഉണ്ട്. പക്ഷെ ഇത് സത്യസന്ധമാണ്. സത്യസന്ധമായ സ്ഥലങ്ങളിലാണ് കഴിവതും ഞാൻ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കാറുള്ളത്. അപ്പൊ ഇവിടെ കാണുന്ന എത്രയേ ഉള്ളൂ, 100 കണക്കിന് അമ്മമാരുണ്ട്. ആ അത്രയും അമ്മമാരെ അച്ഛന്മാര് 3 സ്ഥലത്തായിട്ടാണ്. അവർക്ക് എങ്ങനെയോ കഷ്ടപ്പെട്ട് ഒരു 10-20 സെന്റ് പുരയിടം ഈ സിസ്റ്റർ സംഘടിച്ചിട്ടുണ്ട്. അപ്പൊ പുരയിടം വാങ്ങിക്കാൻ പൈസ വേണ്ട. പക്ഷെ അവിടെ ഒരു കെട്ടിടം പണിയാൻ ഇവർക്ക് നല്ല സാമ്പത്തിക സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന, എന്നെ വിശ്വസിക്കുന്ന ലോക മലയാളി സഹോദരങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, തിരുവനന്തപുരത്ത് തിരുമല അടുപ്പിച്ച് ഈ പറയുന്ന സ്വപ്നക്കൂട് എന്ന് പറയുന്ന ഈ ചാരിറ്റി സെന്ററിന് നിങ്ങളുടെ പേരിൽ ഒരു വീട് കെട്ടാൻ തക്ക രീതിയിൽ ഈ അമ്മമാരെ അച്ഛന്മാരെ ആരും നോക്കാനില്ലാത്ത മാതാപിതാക്കളെ കെട്ടാനായിട്ട് ആരും നോക്കാനില്ലാതെ ഇനി അങ്ങോട്ട് കൂടിക്കൂടി വരും. കാരണം പുതുതലമുറയിലെ മക്കൾമാര് പലരും മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട് കാനഡയ്ക്കും ഓസ്ട്രേലിയക്കും മറ്റ് രാജ്യങ്ങളിൽ സുഖഭോഗം തേടി ഓടുമ്പോൾ ഇവിടെ അമ്മമാർ അച്ഛന്മാർ എങ്ങനെ ജീവിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഇവിടെയുള്ള മലയാളികളിൽ കുറെ മനുഷ്യത്വമുള്ള, കരുണയുള്ള, സ്നേഹമുള്ള ഒരുപാട് സഹോദരന്മാര് ഇതുപോലെയുള്ള ആൾക്കാര് സഹായിക്കാനായിട്ടുണ്ട്. അതൊരു മനസ്സാണ്, അതൊരു ഹൃദയമാണ്. അതിന്റെ ഭാഗമാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. അപ്പം ഇവരും ജീവിക്കണം. പിന്നെ ഇതൊരു മനസ്സാണ്. ഞാൻ ഈ ചാരിറ്റി നടത്തിക്കൊണ്ട് നടക്കുന്നത് ഒരു മനസ്സാണ്. ആ മനസ്സിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങളാൽ കഴിയും ഒരു 100 രൂപയ്ക്ക് 100 രൂപ ഈ വീഡിയോയുടെ താഴെ ഇവരുടെ, ഞാൻ എല്ലാ വീഡിയോകളിലും ചെയ്യുന്ന പോലെ
ഇവരുടെ പാസ്ബുക്കിന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ വെച്ചേക്കാം. നിങ്ങളാൽ കഴിയുന്ന സഹായം ഈ സെന്ററിന് ചെയ്തുകൊണ്ട് താമസിയാതെ ഇവർക്കൊരു കെട്ടിടം, ഈ അമ്മമാരെ അച്ഛന്മാരെ താമസിപ്പിക്കാൻ തക്ക രീതിയിൽ കെട്ടിടം ഇവിടെ ഒരുക്കാൻ എല്ലാവരും മനസ്സ് കാണിക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് ദൈവം വർദ്ധിച്ച അനുഗ്രഹം നൽകുക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല. അപ്പൊ ഞാൻ ഈസ്റ്റർ ആണ്. ഞാൻ മാഡത്തിന്റെ അയച്ചു കൊടുക്കണം. പെട്ടെന്ന് ഇങ്ങനെ ഒരാള് എന്നെ ഞാൻ കത്തയച്ചു. ഒരു സീനുണ്ട്, ഒരു ബ്ലെസ്സിങ് ഉണ്ട്. ഞാൻ അയച്ചു കൊടുത്തപ്പോൾ എനിക്ക് മാഡം പറഞ്ഞു ഇപ്പോൾ ഇദ്ദേഹം തന്നെ എന്നെ വിളിച്ചത്. അപ്പൊ എനിക്ക് ഒരാഴ്ച മുമ്പ് സാറിന് നമ്പർ കിട്ടി, സമയം വിളിച്ചില്ല. മാഡത്തിനെ ഈ വലിയ ലഡു ഇവിടുത്തെ അമ്മമാർക്കോ ഇവിടെ ഉള്ള എല്ലാവർക്കും ആയിട്ട് വന്നേക്കും. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി അയൽവക്കത്ത് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. നമ്മുടെ താക്കോൽ സൂക്ഷിക്കുന്നത് അതെ അമ്മമാർക്കും മതിലും. അത് കുമാരകോവിലെ പ്രസാദം കണ്ടല്ലേ. അപ്പം എനിക്കുള്ള ലഡു ഞാൻ നിങ്ങൾക്ക് തന്നു. പാടുമീണങ്ങൾ തേടുന്നു രാഗങ്ങൾ പകരുന്നിതാ പ്രിയ സുഖമെഴുമഴകാ സുഹൃതമീ ജന്മങ്ങൾ സ്നേഹാർദ്ര ബന്ധങ്ങൾ പുലരുന്നിതാ ചെറുകുളിരഴകലയാ സുഖമൊരു ഷഹനായി മീട്ടി വന്നണയുമ്പോൾ